ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനി അവിടേക്ക് വന്ന് സത്യങ്ങളെല്ലാം സത്യഭാമയുടെ മുന്നിൽ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. വിഷ്ണുവിന് അമ്മയെ പേടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന രൂപത്തിൽ പറയുന്നുണ്ട്. വിഷ്ണു ഇപ്പോൾ സത്യഭാമയോട് പറയുന്നു, അമ്മ കണ്ടില്ലേ, വ്യക്തമായി കണ്ടില്ലേ, ഇനി എന്ത് തെളിവ് അമ്മയ്ക്ക് വേണ്ടത്? കാർത്തിക എങ്ങനെ എൻ്റെ അടുത്ത് എത്തിയെന്ന് നല്ല സ്പഷ്ടമായി പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ചെയ്തതും ചെയ്യിപ്പിച്ചതും നമുക്കെല്ലാം ഇവിടെ മറക്കാം. ശാലിനി ഒത്തുള്ള ഒരു ജീവിതം, അത് മാത്രമേ ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇനി അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. അമ്മേ, ഇനിയെങ്കിലും ഞങ്ങളെ ഒന്നിച്ചു കഴിയാൻ അമ്മയൊന്ന് അനുവദിക്ക്. ഈ താലി ഞാൻ കെട്ടേണ്ടത് എൻ്റെ ശാലിനിയുടെ കഴുത്തിലാണെന്ന് വിഷ്ണു പറയുന്നു. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവൾ ഉത്തരം പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് മാത്രം ഇവൾ ഉത്തരം പറയുന്നില്ല. എൻ്റെ ചോദ്യത്തിന് എന്ന് ഉത്തരം കിട്ടുന്നോ അന്ന് എനിക്ക് ശാലിനി അംഗീകരിക്കാൻ പറ്റുമെന്ന് ഭാമ പറയുന്നു. ഡാ വിഷ്ണു, ഭാമ എന്തും പറയട്ടെ, ദേ മുഹൂർത്തം കഴിയാറായി. നിന്റെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും കല്യാണ മുഹൂർത്തം കണ്ടുവച്ച് നടക്കാൻ പറ്റില്ല ഈ അച്ഛന്. ദേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യണമെന്ന് രാഘവൻ. ഡാ ശാലിനിയുടെ കഴുത്തിൽ നീ ആ താലി ഒന്നുകൂടി കെട്ട് എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു, വിഷ്ണു എൻ്റെ സമ്മതത്തിന് ഇവിടെ ഇങ്ങനെയൊരു ചടങ്ങ് നടക്കില്ല. സത്യഭാമയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഒരൊറ്റ പ്രവൃത്തിയും. ഞാൻ ഇനി എന്താ സത്യാമ്മയെ ചെയ്യേണ്ടത് എന്നിങ്ങനെ തിരുമേനി പറയുമ്പോൾ സത്യഭാമ പറയുന്നു, ചടങ്ങ് നടത്തിയിട്ട് നിങ്ങൾ പ്രതിഫലം വാങ്ങൂ എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ. ഇനി ഇവിടെ ഒരൊറ്റ ചടങ്ങുമില്ല. ഇത് ഞാൻ തീരുമാനിച്ച കല്യാണമാണ്. ഇത് നടക്കണോ വേണ്ടോ എന്നതും ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. വന്നവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് ഭാമ. ഡാ മോനെ, നീ ശാലിനിയെ പിടിച്ച് അടുത്ത് നിർത്ത് എന്നൊക്കെ രാഘവൻ പറയുന്നു. ശാലിനി വാ എന്ന് വിഷ്ണു ശാലിനിയെ വിളിക്കുകയും ശാലിനിയെ അടുത്തേക്ക് പിടിച്ച് നിർത്തുകയും ചെയ്യുന്നു. തിരുമേനി, ഞാൻ തരും നിങ്ങൾക്ക് മറ്റുള്ളവർ തരുന്നതിനേക്കാൾ കൂടുതൽ ദക്ഷിണ. ആ താലിയെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്ന രാഘവൻ പറയുന്നു. ഇത് കേട്ടപാടെ തന്നെ തിരുമേനി വിഷ്ണുവിന് താലിയെടുത്ത് കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടെ വിഷ്ണു ആ താലി എടുത്തു. ഇനി പൂജകൾ അതിൻ്റെ മുറ പോലെ നടക്കട്ടെ എന്നും തിരുമേനി പറയുന്നു. വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാലിനി. കെട്ടടാ മോനെ എന്ന് രാഘവൻ പറയുമ്പോൾ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങിയപ്പോൾ തന്നെ സത്യഭാമ ശാലിനിയെ പിടിച്ചങ്ങ് മാറ്റി. വിഷ്ണു, എന്നെ ധിക്കരിക്കാനാണ് നിന്റെ പുറപ്പാട് അല്ലേ? ഇരിക്കേട്ടെ വിഷ്ണു പറയുന്നു. അല്ല, എൻ്റെ ശാലിനിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാനാ പോകുന്നത്. ഇത് കഴിഞ്ഞുള്ള വരും വരായികയും ഒരിക്കൽ നീ അനുഭവിച്ചതാണ് എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ആ ഒരു അനുഭവത്തിന്റെ പുറത്ത് എനിക്കിത് ചെയ്തേ പറ്റൂ അമ്മേ. അതുകൊണ്ട് അമ്മ എന്നോടങ്ങ് ക്ഷമിക്കുക. വിഷ്ണു, ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുന്നതല്ല ലോകം എന്ന് ഭാമ. അമ്മേ, ആ ലോകത്ത് നടക്കാനും നിൽക്കാനും പഠിപ്പിച്ചത് അമ്മയല്ലേ? ഇനി ഞാനൊന്ന് സ്വയം നടന്ന് നോക്കട്ടെ എന്ന് ഭാമ എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പറയുന്നു, ദേ തെന്നി വീഴുമ്പോൾ പിന്നാലെ നടക്കാൻ എന്നോട് പറയരുത്. ദേ ഇല്ല, അമ്മയുടെ കാൺ വെട്ടത്ത് പോലും ഇനി ഞാൻ വരില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ഭാമ പറയുന്നു, ഞാനുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്ത് മുറിച്ചിട്ടേ ഇനി നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടുള്ളൂ. ഇതൊക്കെ നമുക്ക് പിന്നെ കേൾക്കാം എന്ന് രാഘവൻ. വീണ്ടും അമ്മയുടെ വാക്ക് കേൾക്കാതെ തന്നെ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു. ഭാമ തടയുന്നു. ഒരമ്മ മനസ്സ് നൊന്ത് പ്രാഗിയാൽ ഏത് ജന്മം കഴിഞ്ഞാലും ഏത് പാപനാശിനിയിൽ കുളിച്ചാലും അത് മാറില്ല. ഇപ്പോൾ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുമായിരിക്കും, പക്ഷേ സ്വസ്ഥതയോടെ നീ ഇവളുടെ ഒപ്പം ജീവിക്കില്ല ഒരു നിമിഷം പോലും എന്ന് ഭാമ പറയുന്നു. കെട്ടടാ അങ്ങോട്ട്. പിന്നെ ദുർവാസാബിന്റെ കൊച്ചുമകളൊന്നും അല്ലല്ലോ ശപിച്ച് കല്യാണം മുടക്കാൻ. കഷ്ടം തന്നെ. കെട്ടടാ അങ്ങോട്ട്. തിരുമേനി, പൂജ നടക്കട്ടെ എന്ന് രാഘവൻ പറയുന്നു. ശാലിനി വാ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും ശാലിനിയെ പിടിച്ച് അടുത്തേക്ക് നിർത്തുന്നു. എന്തു വന്നാലും ഇന്ന് ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടും എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് വിഷ്ണു. ശാലിനി സന്തോഷവതിയാണ്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ മധുശ്രീ അവിടെ കൂടെ തന്നെയുണ്ട്. ശേഷം കാണിക്കുന്നത് ഇതേ സമയത്ത് തന്നെ അവിടെ എത്തുകയാണ് പോലീസ്. വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങുന്നു. എല്ലാവരും വളരെ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ചിലരൊക്കെ നിൽക്കുന്നുണ്ട്. ആ താലി കെട്ടാൻ പോകുമ്പോൾ അവിടേക്ക് സ്റ്റോപ്പിച്ച് എന്ന് പറഞ്ഞു വരികയാണ് ചന്ദ്രബോസ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ആ താലി കെട്ടാനും സാധിച്ചില്ല. താലി കെട്ടാൻ വരട്ടെ. ഒരു കൊലപാതകം നടത്തിയതിന്റെ പേരിൽ വിഷ്ണുവിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് ചന്ദ്രബോസ്. ആസൂത്രിതമായ ഒരു കൊലപാതകം, അത് ചെയ്യിച്ചത് നീയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ആരെ കൊന്നെന്നാ നിങ്ങളീ പറയുന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ ചന്ദ്രബോസ് ചോദിക്കുന്നു, അതാരാണെന്ന് നിനക്ക് അറിയത്തില്ലേ അല്ലേടാ? മിസ്റ്റർ ACP ആരെയാണ് കൊന്നത് എന്നുള്ള അവകാശം പ്രതിയാക്കപ്പെടുന്ന ആൾക്കുണ്ട്. ഇനി അതും ACPയുടെ രഹസ്യ നിയമങ്ങളിൽ പറഞ്ഞില്ല എന്നുണ്ടോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ മരണപ്പെട്ടത് കാർത്തിക എന്ന് ചന്ദ്രബോസ് പറയുന്നു. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശൈലജയും ഭർത്താവും പിന്നെ ഹർഷനും. എൻ്റെ മോളോ? രാജേട്ടാ, നമ്മുടെ മോള്, അവളെ നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ എന്നൊക്കെ ശൈലജ പറയുന്നു. വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവർ നോക്കാനായി പോകുന്നു.
എന്തായാലും അത് ചെയ്തത് വിഷ്ണു പറഞ്ഞിട്ടാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു എന്നെ ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഇല്ല ചന്ദ്രബോസെ, ഇത് ചതിയാണ്. എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ ചതിയാണ്. ശാലിനി പറയുന്നു, മിസ്റ്റർ ACP പല രീതിയിലും ഉള്ളിലെ വൈരാഗ്യം കാണിക്കാം, പക്ഷേ ഇതിത്തിരി കടന്ന കൈയായിപ്പോയി. ഈ അറസ്റ്റ് ഇന്ന് നടക്കില്ല, വാറന്റുണ്ട്, അറസ്റ്റ് ചെയ്യണോ എന്ന് ചന്ദ്രബോസ്. സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ് ശാലിനി അവരെ തടഞ്ഞു. കാർത്തിക അല്പം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവളുടെ അച്ഛനും അമ്മയുമാണ് പറഞ്ഞത്. പിന്നെ അവളെ കാറിനകത്തിട്ട് കത്തിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണോ? എങ്കിലൊന്ന് വിളിച്ചോണ്ട് വരണം മേഡം, ഉണ്ടോ എന്ന് കാണിക്കണം എന്നൊക്കെ ചന്ദ്രബോസ്. കാർത്തിക ഇപ്പോൾ കാറിനകത്ത് കത്തിച്ചാമ്പലായിരിക്കുകയാണ്. എനിക്കങ്ങനെ കള്ളം പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ മധുശ്രീ പറയുന്നു, ആ പറഞ്ഞത് ന്യായമാണ് ACP സാറേ. അല്ല, ഞങ്ങൾക്കും ആ കാര്യത്തിൽ ഒരു ബോധം വേണമല്ലോ. വിളിച്ചോണ്ട് വാ, ഒന്ന് കാണിക്കേ. കാർത്തിക എന്ന പെൺകുട്ടി ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്ന് ഞങ്ങളെയും കൂടി കാണിക്കേ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നു. ശ്യാമയെ പോയി കാർത്തികയെ വിളിച്ചോണ്ട് വാ എന്ന് ശാലിനി ശ്യാമയോട് പറയുകയും ശ്യാമ കാർത്തികയെ വിളിക്കാനായി മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും തന്നെ വ്യക്തമാകുന്നില്ല. ശ്യാമ ഓടി കാർത്തിക നിന്ന സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെ ആരെയും തന്നെ കാണാനില്ല. കാർത്തിക എന്ന് പറഞ്ഞ് അവിടേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്, കാണുന്നില്ല. ശ്യാമ വരാൻ താമസിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ശാലിനി വിചാരിക്കുന്നുണ്ട്. ശേഷം വിഷ്ണുവിനെ ടെൻഷനോടെ നോക്കുന്നുണ്ട് ശാലിനി. എവിടെ മേഡം, വിളിക്കാൻ പോയ അനിയത്തെ കാണുന്നില്ലല്ലോ എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ശ്യാമ അവിടേക്ക് വന്നു. കാർത്തികയെ കാണുന്നില്ലെന്ന് പറയുന്നുണ്ട്. അയ്യോ, കാണാനില്ലെന്നോ എന്ന് സത്യഭാമ. എങ്ങനെ കാണും? ചാക്കിൽ കെട്ടി കടലിൽ താഴ്ത്തി കൊല്ലാൻ കൊണ്ടുപോയ കാർത്തികയെ എളുപ്പവഴിയിൽ പാലത്തിന്റെ ആ ഭാഗത്തിട്ട് കത്തിച്ചതാണ് നീ ഏൽപ്പിച്ച ഗുണ്ടകൾക്ക് പറ്റിയ ആദ്യത്തെ പിഴവ്. എടാ, ആ പിഴവാണ് ഇപ്പോൾ നിന്റെ കയ്യിലെ വിലങ്ങായി മാറാൻ പോകുന്നതെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ചന്ദ്രബോസെ വേണ്ടാതീനം പറയരുത്. ഞാൻ കാർത്തികയെ കൊല്ലാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയെന്നോ? അതെ, അതിൻ്റെ ഉത്തരം സിമ്പിൾ അല്ലേ. ശാലിനി മേഡമായി ഒന്നിക്കാൻ വേണ്ടി കാർത്തികയെ ഒഴിവാക്കണം. പല രീതിയിലും നീ പറഞ്ഞു നോക്കി, പല ശ്രമങ്ങളും നടത്തി. പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അറ്റകൈ പ്രയോഗം, കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു. ഇനി നീ ഒറ്റയ്ക്കാണോ അതോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ശാലിനിയെ നോക്കുന്നു. ദേഷ്യത്തോടെ ശാലിനി ചന്ദ്രബോസ്, കൂട്ടുപ്രതികൾ ആരെങ്കിലും ഉണ്ടോയെന്ന് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാലല്ലേ പറയിപ്പിക്കാൻ സാധിക്കുമെന്നും കൂട്ടുപ്രതി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ സംശയമെന്നും ചന്ദ്രബോസ് പറയുന്നു. കാർത്തികയെ കൊല്ലാൻ വേണ്ടി കാർത്തികയെ ഒഴിവാക്കാനായി ആരൊക്കെ ഓടി നടന്നോ അവരൊക്കെ സംശയത്തിൻ്റെ നിഴലാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ചന്ദ്രബോസ്. അല്ല സാറേ, കുറെ നേരമായിട്ട് സാറ് കൊന്നു എന്നല്ലേ പറയുന്നത്? എൻ്റെ മോനാണ് കൊന്നത് എന്ന് നിങ്ങൾക്ക് ഒരു തെളിവ് ഒരാൾ പറഞ്ഞ ഒരു അറിവല്ലേ ഉള്ളൂ, അല്ലാതെ തെളിവ് കിട്ടിയില്ലല്ലോ. ആ വീഡിയോ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം എന്ന് ബോസ്. അങ്ങനെ ഇപ്പോൾ ആ വീഡിയോ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വിഷ്ണു കാർത്തികയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ആ ഒരു സംഭവമാണ്. ആദ്യം അത് കാണുന്നത് ശാലിനി തന്നെ. എല്ലാവരും അത് കണ്ട് ഞെട്ടി നിൽക്കുന്നു. ഈ ഒരു വീഡിയോ പിടിച്ചത് മധുശ്രീയാണ്. വിഷ്ണുയുടെ എന്താ ഇതൊക്കെയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, അത് ഈ കല്യാണത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ എങ്ങനെ പറയുന്നു. ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഈ വീഡിയോയിൽ വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന കത്തി എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറയുന്നു. ഇപ്പോൾ ആ കത്തിയിൽ രക്തക്കറ പുരണ്ടിരിക്കുകയാണ്. എന്നാൽ വിഷ്ണു ആ കത്തി അവിടെ വലിച്ചെറിഞ്ഞിട്ടായിരുന്നു പോയത്. വിഷ്ണുവിൻ്റെ കൈരേഖയും പിന്നെ ആ കത്തിയിൽ കാർത്തികയുടെ രക്തവും ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു തെളിവിൻ്റെ ആവശ്യം ഇനി വരാനില്ല. ഇനി മറ്റു തെളിവിനെ കുറിച്ച് എനിക്ക് ജില്ലാ കളക്ടറിനോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നുണ്ട് ശാലിനിയോട്. അതുകൊണ്ട് സഹകരിക്കണം. അങ്ങനെ ഇപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കുന്നു. ആ താലി കയ്യിൽ തന്നെയുണ്ട്. സങ്കടത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. സാർ, ആരെയും കൊല്ലാൻ എൻ്റെ മകന് കഴിയില്ല. ഈ പറഞ്ഞതും കാണിച്ചതും എല്ലാം കള്ളമാണ്. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്ന് ഭാമ പറയുന്നു. ഇവൻ പറഞ്ഞില്ലേ അവരൊന്നും ചെയ്തിട്ടില്ലെന്ന്. വിഷ്ണു പറയുന്നു, അമ്മയുടെ പ്രാക്കിന് ഇത്രയും ശക്തി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. മകൻ ജയിലിലായെങ്കിൽ എന്ത്, അമ്മ വിചാരിച്ച കാര്യം നടന്നില്ലേ എന്ന് വിഷ്ണു സത്യഭാമയോട് പറയുന്നു. അമ്മയുടെ മനസ്സ് പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? ഇത്രയും ക്രൂരയാകരുത്, എന്നെ ഇനി മോനെ എന്ന് വിളിക്കരുത് എന്നും വിഷ്ണു സത്യഭാമയോട് കൈ ചൂണ്ടി തന്നെ പറയുന്നുണ്ട്. അമ്മേ, മക്കളെ സ്നേഹിക്കണം, പക്ഷേ അവരുടെ ജീവിതം തകർത്തുകൊണ്ടാകരുത്. നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. ആരോടൊക്കെയുള്ള ദേഷ്യത്തിന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു. മകൻ ചത്താലും വേണ്ടിയില്ല, മരുമകളുടെ കണ്ണുനീര് കാണണമെന്ന് ചിന്തിക്കുന്നവരുടെ അതുപോലെ ഒരു അമ്മായിയമ്മയായിപ്പോയി എൻ്റെ അമ്മയും. അതുകൊണ്ട് തന്നെ എനിക്കിനി നിങ്ങളെ കാണണ്ട എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് വിഷ്ണു. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് അമ്മ. എന്നെ ഇങ്ങനെ തകർത്തത് നിങ്ങളല്ലേ? കാർത്തിക അവളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതായിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ അറസ്റ്റ്. അമ്മയ്ക്ക് ജയിക്കണം.
അതിനെ കാർത്തികയെ അമ്മ അതിനുവേണ്ടി ഉപയോഗിച്ചു. എന്നിട്ട് ആരാ ജയിച്ചത്? ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോൾ കൊലപാതകയും. എന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വരരുത്. തൂക്കുകയറെങ്കിൽ തൂക്കുകയറ്. അമ്മ പ്രാഗി നൽകിയ ഒരു സമ്മാനമല്ലേ, അത് അനുസരണയോട് ഞാൻ അനുസരിച്ചോളാം. എന്നിട്ട് ശാലിനിയെ നോക്കുകയാണ് വിഷ്ണു. വിഷ്ണു പറയുന്നത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സത്യഭാമ. വിഷമത്തോടെ വിഷ്ണു ശാലിനിയോട് പറയുന്നു, ശാലിനി മാപ്പ്. സ്വപ്നങ്ങൾ തന്ന് മോഹിപ്പിച്ചതിന്. ഒന്നിച്ചൊരു ജീവിതം കൺമുന്നിൽ കയ്യെത്തും ദൂരത്ത് എത്തിയിട്ടും നമുക്ക് അതിന് സാധിച്ചില്ലല്ലോ. ഇനിയൊട്ട് സാധിക്കയില്ല. മനസ്സ് തകർന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരോടും യാത്ര ചോദിക്കുന്നില്ല. ഒന്നിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഓടിയില്ലേ. ഒരുപക്ഷെ അടുത്ത ജന്മത്തിൽ എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നു, വിഷ്ണു ഏട്ടാ തളരരുത്. ഒരു അറസ്റ്റ് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇത് ചതിയാണ്. ഇതിൽ നമ്മൾ ഭയന്നു പോയാൽ പിന്നെ നമ്മളില്ല. ആരൊക്കെ ഉണ്ട് ഇതിന് പിന്നിൽ? അവരുടെ പിന്നാലെ ഞാനുണ്ടാകും. ഇതിന്റെ സത്യം എന്താണെന്ന് പുറത്തു വരുന്നത് വരെ. അച്ഛനോട് വിഷ്ണു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രബോസ് പറയുന്നു, ഹലോ, വല്ല യാത്രയായപ്പോൾ ഒന്നും വേണ്ട, ടൂർ പോവുമല്ലോ. ഡോ അവനെ പിടിച്ച് വണ്ടി കയറ്റടോ എന്ന് പറയുന്നു. വേണ്ട, ബലപ്രയോഗം വേണ്ട, വരുമെന്ന് വിഷ്ണു. വാടോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയപ്പോൾ ഏയ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ചന്ദ്രബോസിന് നേരെ കൈ ചൂണ്ടി നിൽക്കുന്നു. വരും എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറയുകയാണ് വിഷ്ണു. എന്നിട്ട് വിഷ്ണു മുന്നേ നടന്നു. പോലീസുകാര് പിന്നാലെയും. ഇത് കണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ശാലിനി. രാഘവേട്ട, നമ്മുടെ മോൻ എന്ന് പറഞ്ഞ് സത്യഭാമ കരഞ്ഞുകൊണ്ട് രാഘവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ദേഷ്യത്തോടെ രാഘവൻ ഭാമയെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.